ുള്ളവരെ നമ്മൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പരിഗണിക്കാറുള്ളത് കർണാടക, കേരള, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. സൗത്ത് ഇന്ത്യയിൽ 2 യൂണിയൻ ടെറിട്ടറികളുണ്ട്, പുതുശ്ശേരിയും ഒപ്പം ലക്ഷദ്വീപും. ഈ സൗത്ത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകളും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കർണാടക, കേരള, തെലങ്കാന. തമിഴ്നാടിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ട് മന്ത്രിസഭയിലുണ്ട്. അവിടെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് ഭരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷേ BJPയോടൊപ്പം ഘടകകക്ഷികൾ ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അതായത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മളൊരു അവലോകനം നടക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വമുണ്ട്. കർണാടക, കേരള, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നേരിട്ട് തന്നെ ഭരിക്കുമ്പോൾ തമിഴ്നാടിൽ ഭരണത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. BJPയെ സംബന്ധിച്ച് BJP ആന്ധ്രാപ്രദേശിൽ ചെറിയ സീറ്റുകളോടുകൂടി ഒരു ചെറിയ ഘടകകക്ഷിയായിട്ട് തെലുങ്ക് ദേശത്തിൻ്റെയും ജനസേന പാർട്ടിയുടെയും പിന്നിൽ ഒതുങ്ങിക്കൂടുന്നു. അവർ ആന്ധ്രാപ്രദേശ് എങ്കിലും BJPക്ക് ഒരു മന്ത്രിയുണ്ട്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകമാനം എടുത്തു നോക്കിയാൽ BJPക്ക് 3 മന്ത്രിമാർ മാത്രമാണുള്ളത്. ഒരു മുഖ്യമന്ത്രിയുമില്ല. അതായത് പുതുച്ചേരിയിൽ അതൊരു സംസ്ഥാനമായിട്ട് കൂട്ടാൻ പറ്റില്ല, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. 2 മന്ത്രിമാരുണ്ട്. ആകെ 3 നിയമസഭാ സീറ്റുകൾ മാത്രമേ BJPക്ക് അവിടെ നിന്ന് ഈ NRC എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ BJPയോടൊപ്പം ചേർന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ BJPക്ക് അവിടെ നിന്ന് 3 MLA-മാരെ മാത്രമേ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് 2 മന്ത്രിമാരുണ്ട്. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ഒരു മന്ത്രി, പുതുശ്ശേരി ഞാൻ പറയുന്നു, അതൊരു സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ 2 മന്ത്രിമാർ. സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ മന്ത്രി ആന്ധ്രാപ്രദേശിൽ നിന്ന് മാത്രമേ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രദേശങ്ങൾ കൂട്ടുകയാണെങ്കിൽ മൊത്തം 3 മന്ത്രിമാരുണ്ട്. അതാണ് BJPയുടെ ഒരു പ്രകടനം. അതായത് സൗത്ത് ഇന്ത്യയിൽ BJPക്ക് വലിയ രീതിയിലൊന്നും വേരുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സംഗതികളൊക്കെയും സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ആകെ 4 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 3 സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. മറ്റൊന്ന് ഹിമാചൽ പ്രദേശാണ്. ഇനി കോൺഗ്രസ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി ചേർന്ന് ഭരിക്കുന്ന ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം കൂടിയുണ്ട്. അതായത് കോൺഗ്രസ് നേരിട്ടോ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗമായിട്ടൊക്കെ ഭരിക്കുന്ന വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ അധികവും സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. സൗത്ത് ഇന്ത്യയിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളും ഒക്കെ വലിയ മെജോറിറ്റി തന്നെ നേടും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെയും പുറത്തു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ സംസ്ഥാനങ്ങളുടെ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നോക്കിയാലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ഒരു അപ്രമാദിത്വമുണ്ട്. അത് കുറച്ച് കുറവ് കർണാടകയിലാണ്. കർണാടകയിൽ ആകെയുള്ള 28 സീറ്റിൽ 17 സീറ്റ് BJP ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വെറും 9 സീറ്റ് മാത്രമാണുള്ളത്. JDS BJPയുടെ ഘടകകക്ഷി 2 സീറ്റുണ്ട്. അങ്ങനെ ആകെ 28 സീറ്റിൽ 19 സീറ്റും അവിടെ BJPക്കുണ്ട്. BJPക്ക് സംസ്ഥാന ഭരണമില്ലെങ്കിലും സ്വാഭാവികമായും അവിടെ അങ്ങനെ ഒരു ട്രെൻഡ് കാണിക്കാറുണ്ട്. സംസ്ഥാന നിയമസഭയിൽ കോൺഗ്രസ് അനുകൂലമായിട്ടും ലോക്സഭയിൽ BJPക്ക് അനുകൂലമായിട്ടുമുള്ളൊരു ട്രെൻഡ് കർണാടകയിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയ ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. TK ശിവകുമാർ എന്ന് പറയുന്ന ഫാക്ടർ. 2019 ലോക്സഭാ ഇലക്ഷനേക്കാളും കോൺഗ്രസിന് അവിടെ 2024 ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് കൂടുതലായിരുന്നു. മാത്രമല്ല ഈ അടുത്ത സമയം നടന്ന MLC ഇലക്ഷനിൽ അവിടെ BJPയുടെ വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. BJP MLCയുടെ വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. അതായത് രാജ്യത്താകമാനം കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP സ്വാധീനിച്ചൊക്കെ വാങ്ങുമ്പോൾ BJPയുടെ വോട്ട് വാങ്ങി MLCയുടെ വോട്ട് വാങ്ങിയ ഒരൊറ്റ സംസ്ഥാനം ഇന്ത്യയിൽ കർണാടകയാണ്. അതായത് TK ശിവകുമാർ എന്നൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷനിലും കർണാടകയിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ, ആകെയുള്ള 28 സീറ്റിൽ 16 അതിലധികമോ സീറ്റുകൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആകെയുള്ള 20 സീറ്റിൽ 19 സീറ്റും ഇന്ത്യ മുന്നണിക്ക് തന്നെ കിട്ടി. ഒറ്റ സീറ്റ് ആണ് LDFന് കിട്ടിയത്. LDFും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒറ്റ സീറ്റിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ആ സീറ്റ് ഒതുങ്ങി NDAക്ക്. തമിഴ്നാട്ടിൽ ആകെയുള്ള 39ൽ 39 സീറ്റും കോൺഗ്രസ്സിനാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയും വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെയും കാണിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 സീറ്റുകളിൽ 3 സീറ്റാണ് അവിടെ BJPക്ക് ലഭിച്ചത്. അത് NDAക്ക് പക്ഷേ ആകെ 21 സീറ്റുണ്ട്. തെലുങ്ക് ദേശവും ജനസേന പാർട്ടി ബാക്കിയുള്ള സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട്, 21 സീറ്റ്. പക്ഷേ 3 സീറ്റ് മാത്രമാണ് അവിടെ BJPക്ക് ഉള്ളത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് 17 സീറ്റ് കർണാടകയിൽ, 1 സീറ്റ് കേരളത്തിൽ, 3 സീറ്റ്
ആന്ധ്രാപ്രദേശിൽ 8 സീറ്റ് തെലങ്കാനയിൽ നിന്നുണ്ട് ബി ജെ പിക്ക്. അങ്ങനെ മൊത്തം 49 സീറ്റുകൾ ബി ജെ പിക്ക് സൗത്ത് ഇന്ത്യയിലുള്ളപ്പോൾ ഏകദേശം 77ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് മൊത്തമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുണ്ട്. അതിൽ കോൺഗ്രസിന് മാത്രം 41 സീറ്റുകളുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എന്നത് പ്രത്യേകതയാണ്. അതായത് കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് മൊത്തം 77 സീറ്റുള്ളപ്പോൾ കോൺഗ്രസിന് മാത്രം 41 സീറ്റുകൾ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇനി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ചിത്രങ്ങളൊക്കെ മാറാം. തെലങ്കാനയിൽ ഭാരതീയ രാഷ്ട്ര സമിതി എന്ന് പറയുന്ന ആ പാർട്ടി ഏകദേശം അന്ത്യത്തോടെടുത്തു കഴിഞ്ഞു. ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ വിശകലനം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്ന് ഇപ്പോൾ